Okay, good morning. Okay, Vignesh, Nishita, Amrita, good morning. Okay, Nimi, good morning. Anjana, good morning. തുടങ്ങാം അപ്പൊ നമുക്ക് സ്നേഹ ഗുഡ് മോർണിംഗ്, ചീര ശ്രീലക്ഷ്മി ഗുഡ് മോർണിംഗ്, ശ്രുതിക്ക് ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് 2 പ്രൊഫഷണൽസിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കണ്ടു അല്ലെ. ഒന്ന് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, രണ്ടാമത് നമ്മൾ പറഞ്ഞത് ആരായിരുന്നു? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി അല്ലെ. ഇവരുടെ 2 പേരുടെയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ. ഓക്കെ വിളിച്ച് ഗുഡ് മോർണിംഗ്. അത്രയും താങ്കൾ വായിച്ചു നോക്കിയോ? ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ അതിന്റെ പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് അവിടെ ഇങ്ങനെ ഒരുപാട് എഴുതി വെച്ചിരിക്കുന്നത്. പോയിന്റ് മാത്രം പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ആളുടെ വെച്ച് തുടങ്ങാം കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാണേ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാറുള്ളത് മൂന്നാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ എന്ന് പറയുന്നത് മെഡിക്കൽ സെക്രട്ടറി ആണ് കേട്ടോ. ആരാണ്? മെഡിക്കൽ സെക്രട്ടറി. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കഴിഞ്ഞു, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. മൂന്നാമത്തെ ആളാണ് അത് മെഡിക്കൽ സെക്രട്ടറി കേട്ടോ. ആ പേരിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും അല്ലെ. മെഡിക്കൽ സെക്രട്ടറിയും ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയും തമ്മിൽ എന്താ വ്യത്യാസം? എന്തായിരിക്കും വ്യത്യാസം? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ടാസ്കുകളൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലെ. പക്ഷെ എന്താണ് മെഡിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാല് അവര് എല്ലാ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ്, അതായത് ഈ പറയുന്ന ക്ലിനിക്കുകള്, ഔട്ട് പേഷ്യൻസ് മാത്രമല്ല, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, മറ്റുള്ള ക്ലിനിക്കുകള്, അങ്ങനെ എല്ലാ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലും ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ടാസ്കുകളൊക്കെ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണ് ആര്? മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല അദ്ദേഹം കൂടുതൽ ആരെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണെന്ന് അറിയാമോ? ഡോക്ടേഴ്സിനെ, ഫിസിഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നതില് ഒരു പ്രധാനപ്പെട്ട റോള് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ എന്താന്ന് വെച്ചാല് നമ്മൾ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി പഠിക്കുമ്പോഴേ നമുക്ക് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി പിന്നെ ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാല് അത് വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. ഇതാണ് മെയിൻ വ്യത്യാസം എന്ന് ഓർക്കാം. മെഡിക്കൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞാൽ മിക്കതും ആര് സപ്പോർട്ടിംഗ് റോൾസ് ആണ് അദ്ദേഹം ചെയ്യുന്നത്? ഡോക്ടേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്തു പോകുന്ന ഒരു റോളാണ് ഇവര് കൈകാര്യം ചെയ്യുന്നത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വായിക്കാം. Medical Secretary. The Medical Secretary will execute secretarial duties using the specific knowledge of medical terminology and hospital, clinic, laboratory procedures. Duties consist of കുറെ ഡ്യൂട്ടീസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താണ് ഈ പറയുന്ന സെക്രട്ടേറിയൽ ഡ്യൂട്ടി എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളൊക്കെ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണ്. എന്ത് നോളജ് ഉപയോഗിച്ചിട്ട് അവരത് ചെയ്യുന്നത്? അതായത് മെഡിക്കൽ ടെർമിനോളജിയിൽ അത്യാവശ്യം അറിവുണ്ടായിരിക്കണം അല്ലെ. മെഡിക്കൽ ടെർമിനോളജിയെ പറ്റി എന്ന് വെച്ചിട്ട് ഡയഗ്നോസിസ്, പ്രൊസീജിയേഴ്സ്, മെഡിക്കേഷൻസ്, അതിനെ പറ്റി അവർക്ക് അത്യാവശ്യം ഒരു നോളജ് അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അത് മാത്രമല്ല ആൻഡ് ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ആൻഡ് ലബോറട്ടറി പ്രൊസീജിയേഴ്സ് അല്ലെ. അതായത് ഈ പറയുന്ന ഹോസ്പിറ്റൽ പ്രൊസീജിയേഴ്സും പിന്നെ ഈ പറയുന്ന ക്ലിനിക്കൽ ട്രീറ്റ്മെന്റുകളെ പറ്റിയൊക്കെ അവർക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് അറിവുകൾ അവർക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു നോളജ് വെച്ചിട്ടാണ് അവിടെ ഈ പറയുന്ന ഡ്യൂട്ടികളും മറ്റുമൊക്കെ അവര് ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ്? ഫസ്റ്റ് വൺ ഇതാണ്. റെപ്രസെന്റ് ഫിസിഷ്യൻസ് by screening, helps with the scheduling, receiving and announcing scheduled patients and visitors. ഇതാണ് ചെയ്യുന്നത് റെപ്രസെന്റ് ഫിസിഷ്യൻ കേട്ടോ. ഫിസിഷ്യനെയാണ് അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. ഡോക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണ്.
എങ്ങനെയാണ് ഒരു ഫിസിഷ്യനെ അവർ റിപ്രസെന്റ് ഡോക്ടറിനെ എങ്ങനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്? ബൈ സ്ക്രീനിങ് അല്ലെ. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ അർത്ഥം എന്താണ്? ഈ പറയുന്ന പേഷ്യൻസിന്റെ ഫോൺ കോൾസുകളൊക്കെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാം അല്ലെ. ഫോൺ കോൾസ് ആയിക്കോട്ടെ, മെസ്സേജസ് ആയിക്കോട്ടെ, മറ്റു കമ്മ്യൂണിക്കേഷൻസുകളൊക്കെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. അതാണ് അവിടെ സ്ക്രീനിങ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഹെൽപ്സ് വിത്ത് ഷെഡ്യൂളിംഗ്. ഇപ്പൊ പേഷ്യൻസിനാണെങ്കിൽ അവരുടെ അപ്പോയിന്റ്മെന്റുകൾ എടുക്കാനായിട്ട് അവരെ സഹായിക്കാം. ഇപ്പൊ ഡോക്ടേഴ്സിനാണെങ്കിലും അവരുടെ ഷെഡ്യൂളുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ അവരെയും സഹായിക്കാം. ഓക്കെ. പിന്നെന്താണ്? റിസീവിങ് അല്ലെ. റിസീവ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, അവരെ നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യുക അല്ലെ. അവരെ ഗ്രീറ്റ് ചെയ്യുക, അവരെ റിസീവ് ചെയ്യുക. അതോടൊപ്പം തന്നെ അനൗൺസിങ് ഷെഡ്യൂൾഡ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. ഷെഡ്യൂൾ ചെയ്ത് വരുന്ന പേഷ്യൻസിനുള്ള അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്ത് വരുന്ന പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും പറ്റിയിട്ടൊക്കെ ഡോക്ടേഴ്സിനോട് നോട്ടിഫൈ ചെയ്യാം, ഡോക്ടേഴ്സിനെ അറിയിക്കാം അല്ലെ. ഇന്ന പേഷ്യൻസും ഇന്ന വിസിറ്റേഴ്സും ഉണ്ട് എന്നുള്ള കാര്യം ആരെ നോട്ടിഫൈ ചെയ്യാം? ഡോക്ടേഴ്സിനെ അറിയിക്കാം. അപ്പൊ ആ ഒരു രീതിയിൽ പറയുന്ന ഫിസിഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ ഈ പറയുന്ന മെഡിക്കൽ സെക്രട്ടറി. ക്ലിയർ ആയ പോയിന്റ്? റിപ്രസെന്റ് ഫിസിഷ്യൻസ് ബൈ സ്ക്രീനിങ്, ഹെൽപ്സ് വിത്ത് ഷെഡ്യൂളിംഗ്, റിസീവിംഗ് ആൻഡ് അനൗൺസിംഗ് ഷെഡ്യൂൾഡ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ഹെൽപ്പ് ഫിസിഷ്യൻസ് ഇൻ ഡെയിലി വർക്ക് കേട്ടോ. ദൈനംദിന പ്രവർത്തനത്തില് ആരെ സഹായിക്കാം? ഫിസിഷ്യനെ സഹായിക്കാം. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുക? അപ്പോയിന്റ്മെന്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യാം അല്ലെ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അപ്പോയിന്റ്മെന്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യാം. അത് പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് മാത്രമല്ല കേട്ടോ, ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അവരുടെ ഷെഡ്യൂളുകളും കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. അതുപോലെ ഫോൺ കോൾസുകള്, മറ്റുള്ള മെസ്സേജുകളൊക്കെ ഹാൻഡിൽ ചെയ്യണം. പിന്നെ മെഡിക്കൽ റെക്കോർഡ്സുകൾ മാനേജ് ചെയ്യണം. അതുപോലെ അവരുടെ ബില്ലിംഗ്, ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യണം. ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഡാറ്റകൾ എൻട്രി ചെയ്യണം അല്ലെ. അതുപോലെ ഡോക്യുമെന്റ്സുകൾ പ്രിപ്പയർ ചെയ്യണം. ആ ഒരു രീതിയിൽ ഒരു ഫിസിഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളെയും അവർ എന്ത് ചെയ്യാം? സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ആരാണ് ചെയ്യുന്നത്? മെഡിക്കൽ സെക്രട്ടറി. ഓക്കെ. ഇതാണ് അവിടെ പറയുന്നത് ഹെൽപ്പ് ഫിസിഷ്യൻസ് ഇൻ ഡെയിലി വർക്ക്. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, കളക്ട്സ് പേഷ്യന്റ് ഇൻഫർമേഷൻ ആൻഡ് കീപ്സ് പേഷ്യന്റ് റെക്കോർഡ്. നേരത്തെ പറഞ്ഞല്ലോ, പേഷ്യന്റിന്റെ എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് കണക്ട് ചെയ്യുക, എന്നിട്ട് പേഷ്യന്റിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക അല്ലെ. പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യുക. പിന്നെ എന്താണ്? എൻഷുവർ ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി ബൈ മെയിൻറ്റെയിനിങ് കലണ്ടേഴ്സ്. എന്താണ് പറയുന്നത്? എൻഷുവർ ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി ബൈ മെയിൻറ്റെയിനിങ് കലണ്ടേഴ്സ്. അതായത് ഈ പറയുന്ന ഫിസിഷ്യൻസ് അല്ലെ, ഡോക്ടേഴ്സിന്റെ കലണ്ടേഴ്സ്. ഡോക്ടേഴ്സ് കലണ്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യണം. അതൊക്കെ കൃത്യമായിട്ട് ആ ഷെഡ്യൂളുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവരുടെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉദ്ദേശിക്കുന്ന അവരുടെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ചില ഹോസ്പിറ്റലിൽ പോകുന്ന ചില വിഭാഗം ഡോക്ടേഴ്സ് എല്ലാ ദിവസവും ഉണ്ടാവില്ല അല്ലെ. ചില ഡോക്ടേഴ്സ് ചില സ്പെസിഫിക് ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ. കണ്ടിട്ടില്ലേ? എല്ലാ ഡോക്ടേഴ്സ് എല്ലാ ദിവസവും അവൈലബിൾ ഒന്നും ആവണമെന്നില്ല. ചിലപ്പോൾ സ്കിൻ സ്പെഷ്യലിസ്റ്റുകളൊക്കെ ചിലപ്പോൾ ആഴ്ചയിൽ 2 ദിവസം, ഇപ്പൊ 3 ദിവസമൊക്കെ വരും. അല്ലെങ്കിൽ ന്യൂറോ സർജന്മാര് അങ്ങനെയൊക്കെ ഉള്ളവരെന്ന് പറഞ്ഞാൽ ഡെയിലി ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോ ആഴ്ചയിൽ ചിലപ്പോ 1-2 ദിവസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ ഷെഡ്യൂളുകൾ കൃത്യമായിട്ട്, അതാണ് മെയിൻറ്റെയിനിങ് കലണ്ടേഴ്സ്. ഡോക്ടേഴ്സിന് അവരുടെ ഷെഡ്യൂൾസ് ഉണ്ടാവില്ല. ചില ഡോക്ടേഴ്സ് ഒരു സ്ഥലത്ത് തന്നെ ആവില്ല. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ മാത്രമാവില്ല, മറ്റു പല ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അവരവരുടെ ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് അവർ വരുന്നത്, ആ സമയം ആ ദിവസത്തിൽ അവർ വരുന്നത്. അപ്പൊ അവരുടെ കലണ്ടറുകൾ, അവരുടെ ഷെഡ്യൂളുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവരുടെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക അല്ലെ. ഓക്കെ. അവരുടെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക. പിന്നെ ഡെയിലി ന്യൂറോ സർജന്മാർ ഇപ്പൊ തിങ്കളും വെള്ളിയും മാത്രം ഉള്ളെങ്കിൽ ന്യൂറോ സർജനെ കാണാനുള്ള പേഷ്യൻസിന് നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുത്ത് ശ്രദ്ധിക്കണം. തിങ്കൾ വെള്ളി ദിവസങ്ങൾ മാത്രമേ ഡോക്ടറുടെ അവൈലബിലിറ്റി ഉള്ളൂ. അതിനനുസരിച്ച് മാത്രമേ അവർക്ക് അപ്പോയിന്റ്മെന്റുകൾ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അതുപോലെ ഡോക്ടറുടെ ഷെഡ്യൂളിലും ക്ലാഷ് വരാൻ പാടില്ല. അതൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മെഡിക്കൽ സെക്രട്ടറി. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എൻഷുവർ ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി ബൈ മെയിൻറ്റെയിനിങ് കാലണ്ടേഴ്സ്. ഓക്കെ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, പ്രൊസീജിയേഴ്സ് ഇൻഫോം by interpreting dictation, preparing medical reports and creating summaries. ഇത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന ഡോക്ടർ പറയുമല്ലോ, രോഗിയെ പറ്റി പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക. ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി
അതിനെ തുടർന്ന് ഒരു മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക കേട്ടോ. പ്രിപ്പയറിംഗ് മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, സമ്മറി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു രോഗിയെ പറ്റിയുള്ള അവരുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമ്മറി ഒക്കെ തയ്യാറാക്കി അവരെ അത് കൃത്യമായിട്ട് അറിയിക്കുക. ആരെ അറിയിക്കാം? പേഷ്യൻസിനെ അറിയിക്കുക. ഓക്കെ, ഇതൊക്കെ മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ് കേട്ടോ. പ്രൊസീജിയേഴ്സ് ഇൻഫോം ബൈ ഇന്റർപ്രറ്റിംഗ് ഡിക്റ്റേഷൻ, പ്രിപ്പയറിംഗ് മെഡിക്കൽ റിപ്പോർട്ട് ആൻഡ് ക്രിയേറ്റിംഗ് സമ്മറീസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? പ്രൊവൈഡ്സ് ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ബൈ പ്രോഗ്രസിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫൈലിംഗ് ആൻഡ് റിട്രീവൽ സിസ്റ്റം. അതാണ് പ്രൊവൈഡ്സ് ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ബൈ പ്രോഗ്രസിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫൈലിംഗ് ആൻഡ് റിട്രീവൽ സിസ്റ്റം. അതായത് നമ്മൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, പേഷ്യന്റിന്റെ റെക്കോർഡുകളൊക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് രോഗിയുടെ ഫയലുകൾ, മറ്റു ഡോക്യുമെന്റ്സുകളൊക്കെ പ്രോപ്പർ ആയിട്ട് ഫയൽ ചെയ്യാം കേട്ടോ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചിലൂടെ ഫയൽ ചെയ്ത് അത് യൂട്ടിലൈസ് ചെയ്യുക, അതുപോലെ ആവശ്യമുള്ള സമയത്ത് അത് റിട്രീവ് ചെയ്യുക. ആ രീതിയിൽ ആ ഒരു പേഷ്യന്റിന്റെ ഹിസ്റ്ററി, ഓക്കെ, അവരുടെ ആ ഒരു ഹെൽത്ത് ഹിസ്റ്ററിയെ പറ്റിയിട്ട് ഒരു എന്താ പറയാ ഡാറ്റകൾ ആർക്ക് പ്രൊവൈഡ് ചെയ്യാം? ഡോക്ടർക്ക് പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. കാര്യം പ്രോപ്പർ ആയിട്ട് അവരുടെ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്ത് അത് ഫയൽ ചെയ്ത് വെക്കുക, ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക. ആവശ്യമുള്ള സമയത്ത് അത് റിട്രീവ് ചെയ്യേണ്ടി വരും, അത് വീണ്ടും എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യണം. നമ്മളല്ല, മെഡിക്കൽ സെക്രട്ടറി ചെയ്യണം. എന്നിട്ട് ആ രോഗിയെ പറ്റിയുള്ള ആ ഒരു ഹിസ്റ്ററി, ആ ഒരു മെഡിക്കൽ ഹിസ്റ്ററി നല്ല രീതിയിൽ ആർക്ക് സബ്മിറ്റ് ചെയ്യാം, ആർക്ക് പ്രൊവൈഡ് ചെയ്യാം? ഫിസിഷ്യന് പ്രൊവൈഡ് ചെയ്യാം. ഫിസിഷ്യൻ ഈ മെഡിക്കൽ റെക്കോർഡും മറ്റൊക്കെ നോക്കിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. Provides the historical reference by progressing and utilizing filing and retrieval system. Next point is secures information by completing database backups. That is secures information by completing database backups. Database backups എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HIMS പഠിച്ചില്ലേ, HIS പഠിച്ചില്ലേ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെ. ഇതാണ് പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ നമുക്ക് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ, കമ്പ്യൂട്ടർ ഡാറ്റാബേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ആ ഇൻഫർമേഷൻസിനെയൊക്കെ വളരെ സുരക്ഷിതമായിട്ട് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. കാര്യം ചെയ്യണം മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഇത് എന്താണെങ്കിൽ അങ്ങനെ കേട്ടോ. ഓക്കെ, ഡാറ്റാബേസ് ബാക്കപ്സ് എന്നായിട്ട് കൂടുതലും നമ്മൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, ഇലക്ട്രോണിക് ഫയലിംഗ് സിസ്റ്റംസുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിലൊക്കെ എല്ലാ വിവരങ്ങളും പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ആ വിവരങ്ങളൊക്കെ വളരെ സേഫ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. അടുത്ത പോയിന്റ് ഇതാണ്, കീപ്സ് ദ പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് പ്രൊട്ടക്ട്സ് ഓപ്പറേഷൻ ബൈ കീപ്പിംഗ് ഇൻഫർമേഷൻ സീക്രട്ട്. അതുപോലെ നമ്മൾ മെഡിക്കൽ റെക്കോർഡ് പറഞ്ഞപ്പോൾ പഠിച്ചൊരു കാര്യം, മെഡിക്കൽ റെക്കോർഡ് HIS നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മുടെ രോഗിയുടെ വിവരങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ എന്ത് ഉറപ്പുവരുത്തണം? കോൺഫിഡൻഷ്യാലിറ്റി ഉറപ്പുവരുത്തണം അല്ലെ. വളരെ രഹസ്യാത്മകമായിട്ട് വേണം സൂക്ഷിക്കാനായിട്ട് അല്ലെ. എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ വളരെ സീക്രട്ട് ആയിട്ട് വളരെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ അവിടുത്തെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാം. അതിലൂടെ നമ്മൾ പേഷ്യൻസിന്റെ ആത്മവിശ്വാസം എന്ത് ചെയ്യാം? ഉറപ്പുവരുത്തുക അല്ലെ. എന്ന് വെച്ചാൽ അവരുടെ വിവരങ്ങൾ വളരെ സേഫ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടെങ്കിൽ പേഷ്യൻസിന് വളരെ കോൺഫിഡന്റ് ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ അതൊക്കെ കൃത്യമായിട്ടൊരു മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ് കേട്ടോ. പിന്നെന്താണ്? മെയിൻറ്റെയിൻസ് ഓഫീസ് സപ്ലൈസ് ഇൻവെന്ററി ബൈ ചെക്കിംഗ് സ്റ്റോക്ക്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്റ്റോക്ക് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ ഇദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണല്ലോ. അപ്പൊ ആ ഒരു ഓഫീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്ലൈസുകളും, അതിപ്പോ ഒരു പേപ്പറുകളാവാം, പേനയാവാം, പെൻസിലാവാം, പിന്നെ മറ്റുള്ള മെഷീനറീസും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഓഫീസ് സപ്ലൈസുകളൊക്കെ കൃത്യമായിട്ട് അതിന്റെ സ്റ്റോക്ക് ചെക്ക് ചെയ്ത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാണ്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവിടെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോക്ക് നോക്കുക, സ്റ്റോക്ക് എന്താ പറയാ പുതുക്കിയിട്ട് അത് റീഓർഡറും മറ്റുമൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? മെഡിക്കൽ സെക്രട്ടറിക്ക്. ഓക്കെ, പിന്നെന്താണ്? കീപ്സ് ഓഫീസ് എക്യുപ്മെന്റ് ഓപ്പറേഷണൽ ബൈ ഫോളോയിങ് ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്. അതുപോലെ നമ്മൾ ഓഫീസിലെ എല്ലാ എക്യുപ്മെന്റ്സുകളും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുക അല്ലെ. കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യാം അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ ഓഫീസ് എക്യുപ്മെന്റ്സുകളും ലൈവ് ആയിരിക്കണം അല്ലെ, ഓപ്പറേഷണൽ ആയിരിക്കണം, പ്രവർത്തനക്ഷമമായിരിക്കണം.
ഇങ്ങനെ ബൈ ഫോളോയിങ് ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് എല്ലാ ഓപ്പറേറ്റീവ് പ്രവർത്തന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവിടെയുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും എന്തായിരിക്കണം, പ്രവർത്തനക്ഷമമായിരിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെന്താണ്, മെയിൻറ്റെയിൻസ് ക്വാളിറ്റി റിസൾട്ട്സ് ബൈ ഫോളോയിങ് ആൻഡ് എൻഫോഴ്സിംഗ് സ്റ്റാൻഡേർഡ്. കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്തിട്ട് അവർ കൊടുക്കുന്ന സേവനങ്ങളില്, അവർ കൊടുക്കുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ അവർ കൊടുക്കുന്ന സേവനങ്ങളില് ഏറ്റവും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഉറപ്പുവരുത്തുക. നല്ല സ്റ്റാൻഡേർഡോട് കൂടിയിട്ടുള്ള ക്വാളിറ്റി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെന്താണ്, സെർവ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി ബൈ സ്റ്റിക്കിംഗ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്. എന്താ പറയുന്നത്, സെർവ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി ബൈ സ്റ്റിക്കിംഗ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്. ആ ഒരു പ്രൊഫഷണൽ നിലവാരം നിലനിർത്തിക്കൊണ്ട് നമ്മളുടെ ആരോഗ്യ പരിപാലന സമൂഹം എന്ന് പറഞ്ഞാല് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഉണ്ട്, പേഷ്യൻസ് മാത്രമല്ലല്ലോ, അവർക്ക് കെയർ കൊടുക്കുന്ന ധാരാളം ആളുകളുണ്ട്, ഡോക്ടേഴ്സ് അല്ലെ, ഇവര് ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളൊക്കെ ഉണ്ട് അല്ലെ. ആ ഒരു കമ്മ്യൂണിറ്റീനെ സെർവ് ചെയ്യാൻ, അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി മാർക്കുണ്ട് മെഡിക്കൽ സെക്രട്ടറിക്ക്. പിന്നെന്താണ്, അപ്ഡേറ്റ് ജോബ് നോളജ് by participating in educational opportunities like the reading professional publications. പിന്നെ ഒരു മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് അദ്ദേഹം എന്താണ്, ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രൊഫഷനെ സംബന്ധിക്കുന്ന പബ്ലിക്കേഷൻസുകള് അല്ലെങ്കിൽ അവരുടെ നോളജ് വർദ്ധിപ്പിക്കണം. അതിൽ എപ്പോഴും എന്തായിരിക്കണം, അപ്ഡേറ്റ് ആയിരിക്കണം അല്ലെ. എപ്പോഴും അവര് നല്ല നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ പബ്ലിക്കേഷൻസുകൾ വായിക്കാം, അല്ലെങ്കിൽ അവരുടെ നോളജ് വർദ്ധിപ്പിക്കുന്നതിനുള്ള എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റികളൊക്കെ വരുമ്പോൾ അതിലൊക്കെ പങ്കെടുക്കുക അല്ലെ, പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ നോളജ് എപ്പോഴും അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, പിന്നെന്താണ്, കീപ്സ് മെഡിക്കൽ റെക്കോർഡ്സ്, ടെക്നിക്കൽ ലൈബ്രറി ആൻഡ് കറസ്പോണ്ടൻസ് ഫയൽസ്. നേരത്തെ പറഞ്ഞതാണ്, മെഡിക്കൽ റെക്കോർഡുകളൊക്കെ പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യണം. ടെക്നിക്കൽ ലൈബ്രറി എന്ന് പറയുന്നത് എന്തായിരിക്കും, മെഡിക്കൽ എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടല്ലോ അല്ലെ, നമ്മുടെ ഹോസ്പിറ്റൽ മെഡിക്കൽ എക്യുപ്മെന്റ്സ്, മെഡിക്കൽ ടൂൾസുകൾ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിന്റെ വിവരങ്ങള്. അതുപോലെ കറസ്പോണ്ടൻസ് ഫയൽസ് കേട്ടോ. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ടല്ലോ, ഫാക്സ് വഴി, ലെറ്റേഴ്സ് വഴി അല്ലെ, ഇമെയിൽസ് വഴി. അതുകൂടാതെ ഹോസ്പിറ്റലിനകത്തും പുറത്തുമായിട്ടൊക്കെ ധാരാളം കറസ്പോണ്ടൻസുകള്, കമ്മ്യൂണിക്കേഷൻസും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. അത്തരം ഫയലുകളൊക്കെ മെഡിക്കൽ റെക്കോർഡില്, ടെക്നിക്കൽ ലൈബ്രറി, അതുപോലെ തന്നെ കറസ്പോണ്ടൻസ് ഫയലുകളൊക്കെ പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെന്താണ്, പെർഫോം ഡിഫറെന്റ് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഫിസിഷ്യൻസ്. ഇവര് ഫിസിഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണല്ലോ. അപ്പം ഫിസിഷ്യന്റെ സൂപ്പർവിഷന്റെ, അദ്ദേഹത്തിന്റെ ഗൈഡൻസില് ഈ പറയുന്ന ക്ലറിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസുകളൊക്കെ എന്ത് ചെയ്യാം, അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ടാസ്കുകളൊക്കെ ചെയ്യാനുള്ളത് മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയ പോയിന്റുകള് ഓക്കെ ആണോ, മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, ഓക്കെ ആണോ നോക്കി? ഓക്കെ ആണ്. ഇനി നമുക്ക് അടുത്ത ആളിനെ പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് ആള്, അപ്പൊ മൂന്നാമത്തെ ആളുടെയും കഴിഞ്ഞു കേട്ടോ. മെഡിക്കൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ആശാനാണ് OPD എക്സിക്യൂട്ടീവ് കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് കേട്ടോ. OPD എക്സിക്യൂട്ടീവ്. ആളുടെ എന്താ പറയാ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ OPD സെക്രട്ടറി, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റെ ആണ് ഇപ്പൊ നോക്കുന്നത് കേട്ടോ. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്, പുറത്തുനിന്ന് ശബ്ദം വരുന്നത്. ഇവിടെ ഓണത്തിന്റെ സെലിബ്രേഷൻ വരാൻ പോവാണ്. അപ്പൊ അതിന്റെ പ്രാക്ടീസ് ഒക്കെ ഉണ്ട്, ഡാൻസിന്റെ പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന്റെ പാട്ടിന്റെ സൗണ്ടിനോട് വരുന്നത്, അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. ഓക്കെ,
തുടങ്ങാം നമുക്ക്. അപ്പൊ എന്താണ് OPD എക്സിക്യൂട്ടീവ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റെ ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. OPD സെക്രട്ടറി, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളാണ് ചെയ്യുന്നത്. ഇദ്ദേഹവും അത് തന്നെയാണ് ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളാണ്. പക്ഷെ കുറച്ചും കൂടെ ഒരു സൂപ്പർവൈസറി റോളാണ് ആർക്ക് വരുന്നത്. എന്താണ്, എത്ര സ്റ്റാഫ് ഉണ്ട് ഇവിടെ? ഒരുപാട് സ്റ്റാഫ് ഉണ്ട് കേട്ടോ. ടീച്ചേഴ്സ് മാത്രം 10-15 പേരുണ്ട്. പിന്നെ ടെക്നിക്കൽ സ്റ്റാഫുകൾ വേറെ ഉണ്ട്. ഈ ഓഫീസിൽ മാത്രം വേറെ 2-3 ഓഫീസുണ്ട്, അവിടെ കുറെ സ്റ്റാഫുകളുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ ഒരു OPD എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ കുറച്ചും കൂടെ ഒരു സൂപ്പർവൈസറി റോളാണ് കേട്ടോ ഒരു OPD എക്സിക്യൂട്ടീവിന് വരുന്നത്. എന്ന് വെച്ചാൽ സെക്രട്ടറിയെക്കാളും കുറച്ചും കൂടെ അവരെയൊക്കെ മേൽനോട്ടം വഹിക്കുന്ന അവിടുത്തെ കംപ്ലീറ്റ് സ്റ്റാഫുകളെയൊക്കെ സൂപ്പർവൈസ് ചെയ്യില്ലേ, ഓവർസീ ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ആർക്ക് വരുന്നത്, OPD എക്സിക്യൂട്ടീവിന് വരുന്നത്. Okay, അപ്പൊ നമുക്ക് നോക്കാം. The OPD executive plays an important role in supervising the operations of the outpatient department in a hospital. അതായത് ഒരു ഹോസ്പിറ്റലിലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ പ്രവർത്തനങ്ങളും എല്ലാ ഓപ്പറേഷൻസ്, എല്ലാ പ്രവർത്തനങ്ങളെയും സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു റോളാണ് ആർക്ക് വരുന്നത്, OPD എക്സിക്യൂട്ടീവിന് വരുന്നത് കേട്ടോ. ഓക്കെ, their responsibilities include, എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, മാനേജിങ് ദ OPD സ്റ്റാഫ് ഉണ്ടോ. അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളെ മുഴുവനും എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. ഓക്കെ, അവരെല്ലാവരെയും തന്നെ മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റാഫുകളെയും മാനേജ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കുള്ളത്, OPD എക്സിക്യൂട്ടീവിനുണ്ട് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, മെയിൻറ്റൈനിങ് എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്സ്, കൃത്യമായിട്ട് പേഷ്യന്റിന്റെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്ത്. ഈ ഉത്തരവാദിത്തം എവിടെയും വരുന്നുണ്ട്, മറ്റു പല പ്രൊഫഷണൽസിനും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കാം. പിന്നെന്താണ്, ഷെഡ്യൂളിങ് അപ്പോയിന്റ്മെന്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യാം. പിന്നെ എന്താണ്, കോർഡിനേറ്റിംഗ് വിത്ത് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്, മറ്റു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആദ്യ ഹോസ്പിറ്റലിൽ നിന്ന് പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവുമല്ലോ. ആ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനുള്ളതും ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. പിന്നെന്താണ്, എൻഷുവറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സംതൃപ്തി ഉറപ്പുവരുത്തുക അല്ലെ. ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്, പേഷ്യന്റിന്റെ സേഫ്റ്റി ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ആണ് ലക്ഷ്യം അല്ലെ. അപ്പൊ അത് ഉറപ്പുവരുത്തുക. പിന്നെന്താണ്, മാനേജിംഗ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ബഡ്ജറ്റ്, ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. അറിയാലോ, നമ്മുടെ ആ ഒരു പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റവന്യൂ, അവിടുത്തെ എക്സ്പെൻസുകൾ അങ്ങനെ ആ ഫണ്ടുകളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അലോക്കേറ്റ് ചെയ്ത് അവിടുത്തെ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ബഡ്ജറ്റുകളൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാട്ടോ. പിന്നെന്താണ്, ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക, ഒരു OPD എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ആ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കാനായിട്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട പോളിസികൾ, പ്രൊസീജിയറുകളൊക്കെ ഡെവലപ്പ് ചെയ്യുക, അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. ഓക്കെ, പിന്നെ അടുത്തെന്താണ്, എൻഷുവറിംഗ് ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ OPD ഏരിയ. അതുപോലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയയിലെ പ്രവർത്തനങ്ങളുടെ ആ ഒരു സ്മൂത്ത്നെസ്, ഏറ്റവും സ്മൂത്ത് ആയിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഒരു സൂപ്പർവൈസറി റോളാണ് അല്ലെ, അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, പിന്നെന്താണ്, സൂപ്പർവൈസിംഗ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഫോർ ദ ഡിഫറെന്റ് കൺസൾട്ടൻസ്. അതുപോലെ തന്നെ ഡിഫറെന്റ് പലതരത്തിലുള്ള കൺസൾട്ടൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള അപ്പോയിന്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുക കേട്ടോ. ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടാവും, പല പല ഡോക്ടേഴ്സിനെ കാണാനായിട്ട് ഒരുപാട് പേഷ്യൻസും വരുമല്ലോ. അപ്പൊ ഡിഫറെന്റ് കൺസൾട്ടൻസുമായിട്ടുള്ള എന്താ പറയാ, അവരുടെ ഷെഡ്യൂളുകളൊക്കെ, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളുകളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. പിന്നെന്താണ്, ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻസ്. അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സിന്റെ ആ ഒരു തൊഴിൽ സാഹചര്യങ്ങളും കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക കേട്ടോ. ചെക്കിംഗ്
The doctors' working conditions, അതായത് ഡോക്ടേഴ്സിന്റെ തൊഴിൽ സാഹചര്യങ്ങളും നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക കേട്ടോ. അവർക്ക് എല്ലാവരും കൺവീനിയന്റ് ആയിട്ടാണോ, അവർക്ക് അവരുടെ തൊഴിൽ സാഹചര്യങ്ങളിലൂടെ നല്ല രീതിയിൽ ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ മാത്രമേ പേഷ്യൻസിന് നല്ല സേവനങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെന്താണ് ഗാദറിംഗ് ആൻഡ് സ്ക്രൂട്ടിനൈസിംഗ് ഫീഡ്ബാക്ക് ഫോംസ്. ഇപ്പൊ പല ഫീഡ്ബാക്സ് ഫോമുകൾ വരും അല്ലെ, പേഷ്യൻസിൽ നിന്നുള്ള ഫീഡ്ബാക്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് കൃത്യമായിട്ട് കളക്ട് ചെയ്യുക കേട്ടോ, ഗ്യാദർ ചെയ്യുക. സ്ക്രൂട്ടിനൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, സൂക്ഷ്മ പരിശോധനകൾ നടത്തുക. ഫീഡ്ബാക്ക് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങൾ നല്ല രീതിയിൽ നമ്മൾ കളക്ട് ചെയ്ത് സൂക്ഷ്മ പരിശോധനകൾ നടത്തുക. പിന്നെന്താണ് ഡീലിംഗ് വിത്ത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദ മാനേജർ. അതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ വരികയാണെങ്കിൽ അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുക, അത് മാനേജർക്ക് റിപ്പോർട്ട് ചെയ്യുക, കൃത്യമായിട്ട് മാനേജർക്ക് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെന്താണ് ആസ് ഗ്രീറ്റിംഗ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. അവിടെ വരുന്ന പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ഗ്രീറ്റ് ചെയ്യുക അല്ലെ. ചെക്ക് ഇൻ ചെയ്യുന്ന എല്ലാ പേഷ്യൻസ് ആയിക്കോട്ടെ വിസിറ്റേഴ്സ് ആയിക്കോട്ടെ അവരെയൊക്കെ നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യാണ്ട് വെൽക്കം ചെയ്യാം. പിന്നെന്താണ് ഡയറക്റ്റിംഗ് ദം ടു ദ അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസ് അല്ലെ. അവിടേക്ക് ഒരു ആദ്യം ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ടാവുമല്ലോ, അപ്പൊ അങ്ങോട്ട് വരുന്ന സമയത്ത് അവര് ശരിയായ ഡിപ്പാർട്ട്മെന്റിലോട്ട് അവർക്ക് ആരെയാണോ കൺസൾട്ട് ചെയ്ത് അവിടേക്ക് അവര് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ചെയ്ത് വിടുക കേട്ടോ. ഓക്കെ, എന്താണ് ഡയറക്റ്റിംഗ് ദം ടു ദ അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസ്. പിന്നെന്താണ് രജിസ്റ്ററിങ് ന്യൂ പേഷ്യൻസ് കേട്ടോ, പുതിയ പുതിയ പേഷ്യൻസിനെയൊക്കെ രജിസ്റ്റർ ചെയ്ത. പിന്നെന്താണ് ടേക്കിംഗ് പാർട്ട് ഇൻ പ്രാക്ടീസ് മീറ്റിംഗ്സ് ആൻഡ് ട്രെയിനിങ് കോഴ്സസ് ആൻഡ് എൻഷുറിംഗ് കംപ്ലൈന്റ്സ് വിത്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. ഇതാണ് പറയുന്നത് taking part in practice meetings and training courses and ensuring compliance with the health and safety procedures. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന എന്താ പറയാ പ്രാക്ടീസ് മീറ്റിംഗ്സുകൾ അത് നേരത്തെ നമ്മുടെ എന്താണ് മെഡിക്കൽ സെക്രട്ടറിക്കും അവരുടെ നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളിലൊക്കെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എന്നതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പ്രാക്ടീസ് മീറ്റിങ്ങുകള് ട്രെയിനിങ് കോഴ്സുകളൊക്കെ വരുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയറുകളൊക്കെ കൃത്യമായിട്ട് എല്ലാവരും പാലിക്കുന്നുണ്ടോ എന്നും കൂടെ ഉറപ്പുവരുത്തണം കേട്ടോ. ഹോസ്പിറ്റലില് എല്ലാവിധ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയറുകൾ അവർ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ് furthermore the OPD executive is accountable for checking that everything in the OPD area is in its correct place. ഇനി ഒരു OPD എക്സിക്യൂട്ടീവിന്റെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി എന്താ പറയുന്നത്, ചെക്കിംഗ് ദാറ്റ് എവറിത്തിങ് ഇൻ ദ OPD ഏരിയ ഇസ് ഇൻ ഇറ്റ്സ് കറക്റ്റ് പ്ലേസ്. അതായത് നമ്മുടെ ആ OPD ഏരിയയിലുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുന്നു, എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുന്നു കേട്ടോ. ആൻഡ് എൻഷുറിംഗ് ദാറ്റ് ദർ ആർ നോ ഐറ്റംസ് ലെഫ്റ്റ് ഓവർ ബൈ ദ പ്രീവിയസ് ഷിഫ്റ്റ് റിസപ്ഷനിസ്റ്റ്. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവും, അവര് ഷിഫ്റ്റ് വർക്കേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഒരാള് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അയാളുടെ ഡ്യൂട്ടീസ് എല്ലാം അയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം അല്ലെ. എന്തെങ്കിലും ഇപ്പൊ ഡ്യൂട്ടികളോ എന്തെങ്കിലും കാര്യങ്ങൾ പെൻഡിങ് വെച്ചിട്ടാണോ ഇയാള് ഇറങ്ങുന്നത് എന്നുള്ളതൊക്കെ നോക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എൻഷുറിംഗ് ദാറ്റ് ദർ ആർ നോ ഐറ്റംസ് ലെഫ്റ്റ് ഓവർ ബൈ ദ പ്രീവിയസ് ഷിഫ്റ്റ് റിസപ്ഷനിസ്റ്റ്. ഓരോരുത്തരും അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് അവരൊന്നും തന്നെ ഇപ്പൊ പേപ്പർ വർക്കുകളോ ഇപ്പൊ പേഷ്യന്റ് സംബന്ധിക്കുന്ന പേപ്പർ വർക്കുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസ് വർക്കുകളോ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ എല്ലാം അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെയാണോ അവര് ഡ്യൂട്ടി കഴിഞ്ഞ് അവർ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉറപ്പാക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അടുത്ത ഷിഫ്റ്റിന് കയറുന്ന വ്യക്തിക്ക് അതിന്റെ അഡീഷണൽ ഡ്യൂട്ടീസ് വരും അല്ലെ. അപ്പൊ അതൊക്കെ എല്ലാവരും അവരുടേതായ കാര്യങ്ങൾ ഓക്കെ ആയി പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെയാണോ അവരവിടെ നിന്ന് ലെഫ്റ്റ് ആവുന്നത് എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ഒരു OPD എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. പിന്നെന്താ പറയുന്നത്, they direct patients to the payment counter to make their case paper ensuring a smooth and efficient process. They direct patients to the payment counter. അതുപോലെ പേഷ്യൻസിനെയൊക്കെ പേയ്മെന്റ് കൗണ്ടറിലേക്ക്
അവരെ ഡയറക്റ്റ് ചെയ്ത് വിടുക. എന്തിനു വേണ്ടിയിട്ടാ? ടു മെയിൻ കേസ് പേപ്പർ എന്ന് വെച്ചാൽ അവരുടെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള പേപ്പറുകൾ അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ് സംബന്ധമായിട്ടുള്ള പേപ്പറുകളും മറ്റും ഒക്കെ സെറ്റ് ചെയ്യുന്നതിനായിട്ട് അവരങ്ങോട്ടേക്ക് പേയ്മെന്റ് കൗണ്ടറിലേക്ക് അവരെ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ചെയ്യാം. എന്താണ്? എൻഷുറിംഗ് എ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് പ്രോസസ്. അതായത് വളരെ ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനായിട്ട് അവരെ പേയ്മെന്റ് കൗണ്ടറിലേക്ക് എന്ത് ചെയ്ത് വിടാം? ഡയറക്റ്റ് ചെയ്ത് വിടാം കേട്ടോ. കാരണം അവരുടെ ഇൻഷുറൻസ് പേപ്പറുകള് മറ്റ് പേയ്മെന്റ് അവരുടെ ബില്ലുകളും മറ്റും ഒക്കെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എത്രയേ ഉള്ളൂ കേട്ടോ. 18 പോയിന്റുകളെ വരുന്നുള്ളൂ. 19ാമത്തെ പോയിന്റ് അല്ല കേട്ടോ. ജനറലൈസ് ചെയ്ത് പറയുന്ന കാര്യമാണ്. Overall, the OPD executive is necessary for ensuring that the outpatient department runs efficiently, providing high quality care to patients while also managing cost and maintaining regulatory compliance. അപ്പൊ ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു OPD എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ എഫിഷ്യന്റ് ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നത് ഉറപ്പുവരുത്തണോ അല്ലെ? അതുപോലെ അവിടെ നിന്ന് കൊടുക്കുന്ന സേവനങ്ങൾ ഹൈ ക്വാളിറ്റി സേവനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ, പേഷ്യൻസിന് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം ആൾസോ മാനേജിങ് കോസ്റ്റ് ആൻഡ് മെയിൻറ്റെയിനിങ് എല്ലാ കോസ്റ്റും റെഗുലേറ്ററികളും റെഗുലേഷൻസുകളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. അപ്പൊ ശരിക്കും ഇത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു സൂപ്പർവൈസറി റോളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് അല്ലെ. നേരത്തെ പറഞ്ഞ ഔട്ട്പേഷ്യന്റ് സെക്രട്ടറിക്കും മീതെയുള്ള ഒരു പോസ്റ്റ് ആണ്. ഔട്ട്പേഷ്യന്റ് സെക്രട്ടറി ഉൾപ്പെടെ ആ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സ്റ്റാഫുകളെയും ഓവർസീ ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യുന്നതിനുള്ള ഒരു ഉത്തരവാദിത്തമാണ് ആർക്ക് വരുന്നത്? OPD എക്സിക്യൂട്ടീവിന്റെ വരുന്നത്. ഒന്ന് വായിച്ചു നോക്കൂ. ആ പോയിന്റുകൾ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കി ഓർമ്മൊക്കെയാണ് നോക്കി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത്രയും ഭാഗങ്ങള് ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് മെഡിക്കൽ സെക്രട്ടറി മെഡിക്കൽ അല്ല OPD എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റി കണ്ടിട്ട് അപ്പൊ 4 പേരുടെ പഠിച്ചുകൂട്ടാ നമ്മള്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഔട്ട്പേഷ്യന്റ് സെക്രട്ടറി, പിന്നെ മെഡിക്കൽ സെക്രട്ടറി, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്. അപ്പൊ 4 പേരുടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരാളുടെ കൂടെ പഠിക്കാനുണ്ട് കേട്ടോ. ആരാണെന്നൊക്കെ ആരാണെന്നറിയോ? പേഷ്യന്റ് കൗൺസിലർ ആണ് കേട്ടോ. അതാണ് പേഷ്യന്റ് കൗൺസിലർ. ആ പേരിൽ തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം ആരെയായിരിക്കും അദ്ദേഹം കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക? പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുമ്പോൾ ആർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന വ്യക്തിയായിരിക്കും? ആർക്കായിരിക്കും? പേഷ്യൻസിന്. അതെ അതെ, പേഷ്യൻസിന് വേണ്ട ഫുൾ സപ്പോർട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ പേഷ്യൻസിനെ റിപ്രസെന്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കറക്റ്റ് ആണ് കറക്റ്റ് ആണ് കേട്ടോ. പേഷ്യൻസിന് സപ്പോർട്ടിംഗ് റോളാണ് ആര് ചെയ്യുന്നത്? പേഷ്യന്റ് കൗൺസിലർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. എ പേഷ്യന്റ് കൗൺസിലർ ആൾസോ നോൺ ആസ് എ പേഷ്യന്റ് അഡ്വക്കേറ്റ് ഓർ പേഷ്യന്റ് ലിസോൺ. കണ്ടോ, 3 പേരുകൾ പറയാം. പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയാം, അല്ലെങ്കിൽ പേഷ്യന്റ് അഡ്വക്കേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പേഷ്യന്റ് ലിസോൺ എന്ന് പറയാം. ഈസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ who works keenly with the patients and their families to extend emotional support, education and advocacy. കണ്ടോ, എന്താണ് പറയുന്നത്? ഒരു പേഷ്യന്റ് കൗൺസിലർ, അവരെ നമുക്ക് പേഷ്യന്റ് അഡ്വക്കേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പേഷ്യന്റ് ലിസോൺ എന്ന് പറയാം. ലിസോൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റിലേഷൻഷിപ്പ് എന്നാണെന്ന് അറിയാലോ. അതായത് പേഷ്യൻസുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തി എന്നർത്ഥം കേട്ടോ. ഓക്കെ, അപ്പൊ അവരെന്താ ചെയ്യുന്നത്? നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാവിധ വൈകാരികമായിട്ടുള്ള പിന്തുണ കൊടുക്കാനും അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ മീൻസ് കൗൺസിലിംഗ് ആണ് അല്ലെ, അവർക്ക് വേണ്ട അവയർനെസ് കൊടുക്കാനും അവർക്ക് വേണ്ട അഡ്വക്കേസി അല്ലെ, ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന
വ്യക്തികളാണ് കേട്ടോ. അപ്പൊ അഡ്വക്കസി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അഡ്വക്കസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മൾ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആയിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫുകളോടൊക്കെ പേഷ്യന്റിന്റെ പ്രശ്നങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പേഷ്യന്റ് കൗൺസിലർ എന്ന് പറഞ്ഞിറക്കുമ്പോൾ പേഷ്യൻസിന്റെ ആവശ്യങ്ങള്, അവരുടെ ആവശ്യങ്ങള് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങള്, അവരുടെ താല്പര്യങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് വേണം ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. കാരണം ഇദ്ദേഹം പേഷ്യന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയാണ്, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ താല്പര്യങ്ങള്, അവരുടെ ആവശ്യങ്ങള്, അവരുടെ റിക്വയർമെന്റ്സുകള്, അതിന് വേണ്ട പിന്തുണ കൊടുക്കുകയും അവരെ റെപ്രസെന്റ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ആ ഒരു അർത്ഥത്തിലാണ് അവിടെ അഡ്വക്കസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അഡ്വക്കസി എന്തുകൊണ്ടാണ് പേഷ്യന്റ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ പേഷ്യന്റിന് വേണ്ടി വാദിക്കുക, അവരുടെ അവകാശങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ 3 പേര് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. പേഷ്യന്റ് കൗൺസിലർ, പേഷ്യന്റ് അഡ്വക്കേറ്റ്, പേഷ്യന്റിസം. ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 7 പോയിന്റുകൾ ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്, അവർക്ക് വേണ്ട വൈകാരികമായിട്ടുള്ള പിന്തുണ കൊടുക്കുക അല്ലെ. നോക്കിയേ, ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട് ടു പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ്, ഹിയറിംഗ് ദെയർ കൺസേൺസ് ആൻഡ് ഹെൽപ്പിംഗ് ദം ഡീൽ വിത്ത് ദെയർ ഡയഗ്നോസിസ് ഓർ ഇൽനെസ്. എന്താണ് പറയുന്നത്? നമുക്കറിയാം, രോഗാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് നമ്മൾ ഏറ്റവും തളർന്നു, മാനസികമായിട്ട് മാത്രമല്ല ശാരീരികമായിട്ട് നമ്മൾ ഏറ്റവും തളർന്നു പോകുന്ന ഒരു സമയമാണ് അല്ലെ. പ്രത്യേകിച്ച് അസുഖങ്ങളൊക്കെ വരുമ്പോ അല്ലെ. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന പേഷ്യൻസിന് അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ ആശങ്കകളൊക്കെ ഉണ്ടാവും അല്ലെ. രോഗത്തെ പറ്റി അവർക്ക് ഒരുപാട് കൺസേൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ശ്രദ്ധാപൂർവം കേട്ട് അതുപോലെ അവരുടെ രോഗനിർണയത്തിനാണെങ്കിലും രോഗത്തിനെയൊക്കെ എന്താ പറയുക ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട എല്ലാ വൈകാരികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് ആര്? പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ധാരാമാനകമായിട്ടുള്ള രോഗങ്ങള്, ഗുരുതര രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് നമ്മൾ തളർന്നു പോകുന്ന സമയമാണ് അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ പേഷ്യൻസിന് മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ട എല്ലാ വൈകാരികമായിട്ടുള്ള പിന്തുണ കൊടുക്കണം അല്ലെ. അങ്ങനെ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ആര്? പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. ഓക്കെ, അടുത്തത് എന്താണ്? എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് അല്ലെ. രോഗികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും എഡ്യൂക്കേറ്റ് ചെയ്യാം. എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവർക്ക് വേണ്ട അവയർനെസ് കൊടുക്കുക അല്ലെ. ഇന്നത്തെ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ അതിനെങ്ങനെ നേരിടണം, ഏത് രീതിയിൽ നേരിടണം എന്നതിനെ സംബന്ധിച്ച് അവർക്ക് എന്ത് കൊടുക്കുക? അവയർനെസ് കൊടുക്കുക. അവർക്ക് അതിന് വേണ്ട എന്താണ്? അറിവ് കൊടുക്കുക അല്ലെ. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. The patient counselor is accountable for educating patients and their families about the diagnosis, treatment options and other side of their care. കണ്ടോ, അവരുടെ രോഗനിർണയത്തിനെ പറ്റിയിട്ട്, എന്ത് രോഗമാണ് അല്ലെങ്കിൽ ആ രോഗനിർണയത്തിനെ പറ്റിയിട്ടും ട്രീറ്റ്മെന്റ് ഓപ്ഷൻ, ആ രോഗത്തിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസുകൾ ഉണ്ട് അല്ലെ, നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കണം അല്ലെ. ഇപ്പൊ ട്രീറ്റ്മെന്റിന്റെ അതിൻ്റെതായ ചില ബെനിഫിറ്റുകൾ ഉണ്ടാവും, ചിലപ്പോൾ അതിൻ്റെതായ ചില പൊട്ടൻഷ്യൽ റിസ്കുകൾ ഉണ്ടാവും. എന്തായിക്കൊള്ളട്ടെ അതിനെ പറ്റി ട്രീറ്റ്മെന്റ് ഓപ്ഷൻ, ഈ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഓപ്ഷൻസുകൾ ഉണ്ടോ അതിനെ പറ്റിയൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെ. അതർ സൈഡ് ഓഫ് ദെയർ കെയർ, അവരുടെ പരിചരണത്തിന്റെ മറ്റു വശങ്ങളെ പറ്റിയൊക്കെ അവർക്ക് വേണ്ട ധാരണ, അവർക്ക് വേണ്ട അവയർനെസ് ഒക്കെ കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? പേഷ്യന്റ് കൗൺസിലർക്കുണ്ട്. ഇതാണ് അവിടെ പറയുന്നത് എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്. ഓക്കെ, തേർഡ് പോയിന്റ് എന്താണ്? അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് അഡ്വക്കേറ്റ് ചെയ്യുക, അതായത് പേഷ്യൻസിന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ. അതായത് നോക്കി, ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ് അല്ലെ. ഹെൽപ്പിംഗ് ദം നാവിഗേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് ദെയർ നീഡ്സ് ആർ മെറ്റ്. കണ്ടോ, അവർക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ കൺസേൺസ് അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തുകൊണ്ട് വേണം ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇതാണ് അവിടെ അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നാലാമത്തെ പോയിന്റ് ഇതാണ് പ്രൊവൈഡിംഗ് റിസോഴ്സസ്.
എല്ലാവിധ റിസോഴ്സുകളും ആർക്ക് പ്രൊവൈഡ് ചെയ്യാം? പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? പ്രധാനമായിട്ട് സാമ്പത്തികമായിട്ടുള്ള റിസോഴ്സുകളായിരിക്കും അല്ലെ? ഓക്കെ, നോക്കി. The patient counselor is accountable for providing patients and their families with the resources and information about the support groups, financial assistance and other services that may be available. അവർക്ക് രോഗം വരുന്ന സമയത്ത് മാരക രോഗങ്ങളൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർക്ക് വേണ്ട എല്ലാ റിസോഴ്സുകളും പ്രൊവൈഡ് ചെയ്യും. ചില സപ്പോർട്ട് ഗ്രൂപ്പുകൾ നിങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പൊ പാവപ്പെട്ടവർക്കൊക്കെ ചികിത്സാ സഹായങ്ങളൊക്കെ കൊടുക്കാനായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ, ഗ്രൂപ്പുകള് അല്ലെ ഒക്കെ ഉണ്ടാകാറുണ്ട്, ചില ക്ലബുകളൊക്കെ പ്രവർത്തിക്കാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സപ്പോർട്ട് ഗ്രൂപ്പുകളെ പറ്റിയിട്ട്, പിന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകൾ കൊടുക്കുന്ന മറ്റു പല ഒരുപാട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഇഷ്ടം പോലെ ഗ്രൂപ്പുകളുണ്ട് അല്ലെ? അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അതിനുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാനും മറ്റുള്ള സേവനങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസുകള് സോഴ്സുകളൊക്കെ പേഷ്യൻസിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, പ്രൊവൈഡിംഗ് റിസോഴ്സസ്. പിന്നെന്താണ്? കോർഡിനേറ്റിംഗ് കെയർ. എല്ലാവിധ പരിചരണങ്ങളെയും നല്ല രീതിയിൽ എന്ത് ചെയ്യാം? കോർഡിനേറ്റ് ചെയ്യാം അല്ലെ? ഓക്കെ, ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ ഓർഗനൈസിംഗ് കെയർ between healthcare providers and ensuring that the patients receive the essential services and treatment. അതായത് ഒരു പേഷ്യന്റ് കൗൺസിലർ എന്തൊരു ഉത്തരവാദിത്തമുണ്ട്? ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് അവരെ എല്ലാം നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ പേഷ്യൻസിനെ ഏറ്റവും നല്ല സേവനങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം, അവർക്ക് നല്ലൊരു പരിചരണങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ പറയുന്ന എല്ലാ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെയും എന്താ പറയാ, അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് നമ്മുടെ പേഷ്യൻസിന് ഏറ്റവും നല്ല സേവനങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? പേഷ്യന്റ് കൗൺസിലർക്കുണ്ട്. അതാണ് കോർഡിനേറ്റിംഗ് കെയർ. ആറാമത്തെ പോയിന്റ്, ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്. ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്, പ്ലാനുകൾ തയ്യാറാക്കി കൊടുക്കുക അല്ലെ? കെയർ പ്ലാനുകൾ തയ്യാറാക്കുക. അതായത് the patient counselor is accountable for developing care plans for patients, which include identifying their requirements and goals and working with the healthcare providers to make sure that these needs are met. അപ്പൊ വേറൊന്നുമല്ല, അതായത് പേഷ്യൻസിനോട് പ്രവർത്തിച്ച് പേഷ്യൻസുമായിട്ട് ഇടപഴകിക്കൊണ്ട് അവരുടെ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ടൊക്കെ മനസ്സിലാക്കുക. എന്നിട്ടോ അതിനെ പറ്റിയിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിൽ, പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തില് നല്ലൊരു കെയർ പ്ലാനുകൾ അവർക്കായിട്ട് തയ്യാറാക്കി കൊടുക്കുക. ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്വമാണ്? പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ലാസ്റ്റ് എന്താണ്? മോണിറ്ററിംഗ് പ്രോഗ്രസ് അല്ലെ? ആരുടെ പ്രോഗ്രസ് ആയിരിക്കും? പേഷ്യൻസിന്റെ പ്രോഗ്രസ്സുകള് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാം അല്ലെ? The patient counselor is accountable for monitoring patients' progress, evaluating their needs, and making adjustments to their care plan as necessary. അതായത് ഒരു പേഷ്യന്റ് കൗൺസിലർ എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ പ്രോഗ്രസ് അല്ലെ, പേഷ്യന്റിന്റെ ആ ഒരു ഡെവലപ്മെന്റ് ഇംപ്രൂവ്മെന്റ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക, അതുപോലെ ആവശ്യമെങ്കിൽ അവരുടെ കെയർ പ്ലാനിൽ ആ മാറ്റങ്ങൾ വരുത്താൻ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തിക്കൊണ്ട് എന്ത് ചെയ്യുക? അവരുടെ പ്രോഗ്രസ്, അവരുടെ ഇംപ്രൂവ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. അത് ഉത്തരവാദിത്തമാണ്, പേഷ്യന്റ് കൗൺസിലറിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രൊവൈഡിംഗ് ഇമോഷണൽ സപ്പോർട്ട്, എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്, അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്, പ്രൊവൈഡിംഗ് റിസോഴ്സസ്, കോർഡിനേറ്റിംഗ് കെയർ, ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്, മോണിറ്ററിംഗ് പ്രോഗ്രസ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്കറിയാം പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള എന്താണ് റോളുകളാണ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആണ് അവിടെ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇതിപ്പോ സ്ട്രെസ് ചെയ്ത് പറയുന്നത് വേറൊന്നുകൊണ്ടല്ല കേട്ടോ. നമ്മൾ ഈ 5 പേരുടെ പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോഴേ ഒക്കെ ആരുടെയാണെന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻ നമുക്ക് വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഓവറോൾ the role of a patient counselor is to extend support and advocacy for patients and their families, helping them navigate the healthcare system and making sure that they receive high quality care. ഇതൊക്കെ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്. റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ എന്താണ്?
The strong communication skills, empathy, and a deep understanding of healthcare systems and services are necessary for the success in this role. അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള റോളുകൾ ചെയ്യണമെങ്കിൽ ഒരു പേഷ്യന്റ് കൗൺസിലർ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ സ്കില്ലുകൾ അയാൾക്ക് ഉണ്ടായിരിക്കണം? നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ഉണ്ടായിരിക്കണം അല്ലെ? അതുപോലെ എംപത്തറ്റിക് ആയിരിക്കണം. അതായത് എംപത്തറ്റിക് എന്ന് പറയുമ്പോൾ എന്താ, കുറച്ച് ദയോടുകൂടി, അതായത് നമ്മള് ശരിക്കും സിമ്പതിയും എംപതിയും വ്യത്യാസമുണ്ട്. സിമ്പത്തറ്റിക് ആയിട്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളോട് നമ്മൾ വളരെ അനുകമ്പയോടുകൂടി ദയോടുകൂടി നമ്മൾ പെരുമാറാം. എംപത്തറ്റിക് ആയിട്ട് പെരുമാറുക എന്ന് പറയുമ്പോൾ അതൊരു പടി മുന്നിലുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ അവരുടെ അവസ്ഥ നമുക്കാണുള്ളത്, നമ്മളൊന്നും ചിന്തിക്കാം അല്ലെ? നമ്മളിപ്പോ ഒരാളുടെ അവസ്ഥ കണ്ട് നമുക്ക് സിമ്പത്തറ്റിക് ആയിട്ട് പെരുമാറാൻ പറ്റും. പക്ഷെ നമ്മൾ ഇങ്ങനെയും കൂടി ചിന്തിക്കാം, അതായത് അവരുടെ അവസ്ഥ നമുക്കായിരുന്നു വന്നിരുന്നതെങ്കിൽ അപ്പൊ എന്തായി, നമ്മുടെ അവരുടെ പെയിൻ നമ്മളും കൂടി എടുത്തുകൊണ്ട് നമ്മൾ എങ്ങനെ ആ കാര്യത്തിന് ഡീൽ ചെയ്യണം അല്ലെ? ആ ഒരു സപ്പോർട്ട് കൊടുക്കുക. അതാണ് കുറച്ചും കൂടെ എംപത്തറ്റിക് ആയിട്ട് പെരുമാറാന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ്, ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റംസ് ആൻഡ് സർവീസസ്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ പറ്റിയിട്ട്, സേവനങ്ങളെ പറ്റിയിട്ട് അത്യാവശ്യം നല്ല അണ്ടർസ്റ്റാൻഡിങ്, നല്ല നോളജ് ഉണ്ടായിരിക്കണം അല്ലെ? ഓക്കെ, ഇതെല്ലാം തന്നെ ഈ ഒരു റൂള് കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും നെസസറി ആയിട്ടുള്ള സ്കില്ലുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ 5 പ്രൊഫഷണൽസിന് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, പിന്നെ അതിനെ പഠിച്ച് നമ്മൾ മെഡിക്കൽ സെക്രട്ടറി, OPD എക്സിക്യൂട്ടീവ്, ദെൻ പേഷ്യന്റ് കൗൺസിലർ. ഈ 5 പേരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണെന്നറിയോ, ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ ദ നോൺ ക്ലിനിക്കൽ ജോബ്സ്. ഇത്തരം നോൺ ക്ലിനിക്കൽ ജോബുകൾക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാം, ഇത്രയും നമ്മൾ പറഞ്ഞതെല്ലാം തന്നെ നോൺ ക്ലിനിക്കൽ ജോബുകളാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണലുകളുടെ ജോബുകളാണ് നമ്മൾ ഈ പറഞ്ഞത്. അപ്പൊ ഇത്തരം ജോബുകൾ ചെയ്യുന്നതിന് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ബേസിക് സ്കില്ലുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ സ്കില്ലുകളാണ് ഉണ്ടായിരിക്കേണ്ടത്? ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു 10 സ്കില്ലുകൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഇതിൽ കൂടുതൽ ഒരുപാട് സ്കില്ലുകൾ ഉണ്ടായിരിക്കണം. സ്കില്ലുണ്ട്, അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ജസ്റ്റ് അതൊക്കെ പോയിന്റുകളൊക്കെ നമുക്കൊന്ന് നോക്കാം. Non-clinical staff in hospitals need a range of skills to effectively do their jobs. കേട്ടോ, ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഒരുപാട് നല്ല സ്കിൽ ഉണ്ടായിരിക്കണം അല്ലെ? അവരുടെ റോളുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ some key skills for non-clinical staff in hospitals consist of എന്തൊക്കെ സ്കില്ലുകളാണ് നോക്കി? ആദ്യം 10 പോയിന്റ് നമുക്കൊന്ന് വായിക്കാം. ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, രണ്ടാമത്തത് കസ്റ്റമർ സർവീസ് സ്കിൽസ്, മൂന്നാമത്തത് ഓർഗനൈസേഷൻ സ്കില്ല്, 4 ടെക്നോളജി സ്കിൽസ്, പിന്നെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ, adaptability, empathy and compassion, and cultural competence. ഇത്രയും സ്കില്ലുകളാണ് വേണ്ടത്. ഇത്രയും സ്കില്ല് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല കേട്ടോ, ഇതിന് കൂടുതൽ വരും. പക്ഷെ ഏതാനും ചില സ്കില്ലുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ നെസസറി ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് to effectively interact with the patients, visitors, and other staff members. They should be able to communicate clearly and empathetically, both verbally and interactively. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ശരിക്കും ഡോക്ടേഴ്സ് നഴ്സസിനെ പോലെയല്ല, അവരെക്കാളും കൂടുതൽ ആളുകളെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത് ഇത്തരം അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണലുകൾക്കാണ് അല്ലെ? അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കും. സ്റ്റാഫുകളായിക്കൊണ്ട് പേഷ്യൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവിടെ വരുന്ന മറ്റ് വിസിറ്റേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ഇത്തരം ഒരു പ്രൊഫഷണൽസിന് ഉണ്ടായിരിക്കണം കേട്ടോ. എന്നുവെച്ചാൽ ഒരുപാട് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള അറിവ് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ. അവിടെ അവർ പറയുന്നുണ്ട് they should be able to communicate clearly. വളരെ വ്യക്തമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വളരെ എസ്പെത്തറ്റിക് ആയിട്ട്, സിമ്പത്തറ്റിക് ആയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് ബോത്ത് വെർബലി ആൻഡ് ഇന്ററാക്റ്റീവ്. അതായത് നമ്മൾ പറയില്ലേ, സംസാരിക്കൽ മാത്രമല്ല, കാര്യങ്ങൾ എഴുതാനായി കഴിഞ്ഞാൽ കൂടി നമുക്ക് എന്ത് വേണം? നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരുന്നു. നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരുപാട് നീട്ടിപ്പരത്തി പറയുന്നേക്കാളും നല്ലത് വളരെ ഷോർട്ട് ആക്കി എന്നാൽ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മളിപ്പോ ഒരു ആൾക്കാരെ രേഖാമൂലം എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കുകയാണെങ്കിലും അതും അങ്ങനെ തന്നെ ആയിരിക്കണം അല്ലെ? അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആർക്കുണ്ടായിരിക്കണം? ഇത്തരം നോൺ ക്ലിനിക്കൽ ജോബിന് ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് കസ്റ്റമർ സർവീസ് സ്കില്ലാണ്. കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? പേഷ്യൻസ്, അവിടെ വരുന്ന മറ്റ് വിസിറ്റേഴ്സ്, ഇതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് അല്ലെ? അപ്പൊ അവർക്ക് നല്ല സേവനങ്ങൾ കൊടുക്കുന്നതിനുള്ള ഒരു സ്കില്ലും ഉണ്ടായിരിക്കണം. ഓക്കെ, നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓഫൺ ആക്ട് ആസ് ദ
ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഫോർ ദ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ചിലപ്പോ അങ്ങനെ ചോദിക്കാം. ശരിയല്ലേ പറഞ്ഞത്? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളെ അല്ലേ പേഷ്യൻസ് ആദ്യമായിട്ട് കോണ്ടാക്ട് വരുന്നത്? അല്ലാതെ ഓടിപ്പോയി ഒരു ഡോക്ടറെയാണോ കാണുന്നത്? നമ്മളിപ്പോ ഒരു രോഗിയായിട്ടായാലും വിസിറ്റർ ആയിട്ട് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരാരാ? ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, അവരാണ് നമ്മളെ പല സ്ഥലങ്ങളിലേക്ക് നമ്മളെ ഡയറക്ട് ചെയ്ത് വിടുന്നത് അവരാണ്. ഓക്കെ, അപ്പൊ ദേ ഷുഡ് മെയിൻറ്റെയിൻ എക്സലന്റ് കസ്റ്റമർ സർവീസ് സ്കിൽ. നമുക്ക് നല്ലൊരു കസ്റ്റമർ സർവീസ് സ്കില്ലുകൾ ഉണ്ടായിരിക്കണം. which include the ability to be calm and composed in difficult situations. കണ്ടോ, വളരെ calm and quiet ആയിട്ട്, അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ വളരെ calm and quiet ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനും, അതുപോലെ ഹാൻഡിൽ എൻക്വയറീസ് ആൻഡ് കംപ്ലൈന്റ്സ്, വരുന്ന അന്വേഷണങ്ങളായിക്കോട്ടെ പരാതികളായിക്കോട്ടെ അതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും, ആൻഡ് പ്രൊവൈഡ് എ പോസിറ്റീവ് ആൻഡ് വെൽക്കമിങ് എൻവയോൺമെന്റ്, അതിലൂടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നല്ല കസ്റ്റമർ സർവീസ് കൊടുക്കാനുള്ള ഒരു സ്കില്ല് ആർക്കുണ്ടായിരിക്കണം? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക്, ഇത്തരം നോൺ ക്ലിനിക്കൽ ജോബുകൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തത് എന്താണ്? ഓർഗനൈസേഷണൽ സ്കില്ലാണ് അല്ലെ? സംഘാടന മികവ് എന്ന് പറയുന്നത് അല്ലെ? സംഘാടന ശേഷി, സംഘാടന മികവ് എന്താണ്? ഹോസ്പിറ്റൽസ് ആർ ഫാസ്റ്റ് പേസ്ഡ് എൻവയോൺമെന്റ്സ് വിത്ത് എ ലോട്ട് ഓഫ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ഹാവ് എ സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്കിൽസ് to manage their workload, prioritize the task and meet deadlines. കണ്ടോ, അതായത് അത് ഓർഗനൈസേഷൻ കപ്പാസിറ്റിയാണ്. സംഘാടന മികവ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കഴിവാണ് അല്ലെ? അതായത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഈ പറയുന്ന വർക്കിലോട് സ്റ്റാഫുകൾക്കൊക്കെ ആയിട്ട് കൊടുക്കുന്ന ജോലി കാര്യങ്ങള് അതൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും, ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ, അവർക്ക് കൊടുക്കുന്ന പ്രവർത്തനങ്ങള് പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. അതിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ടൈമില് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് അവരോട് പറയുന്നത് അല്ലെ? പ്രയോറിറ്റൈസ് ടാസ്കുകൾ, പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട്. ഇപ്പൊ ഒരുപാട് പ്രവർത്തനങ്ങൾ വരുമ്പോൾ എല്ലാം നമുക്ക് കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റില്ല. ചില പ്രയോറിറ്റി കൊടുക്കേണ്ട ചില ടാസ്കുകളുണ്ട്, അത് നമ്മൾ അതിനനുസരിച്ച് ചെയ്യാം. അങ്ങനെ മീറ്റ് ഡെഡ്ലൈൻസ്, കൃത്യമായിട്ടുള്ള ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ സമയപരിധിക്കുള്ളിൽ ഉള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ പറയുന്ന പോലെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ചെയ്യാനുള്ള ഒരു സ്കില്ലും നമുക്ക് ഉണ്ടായിരിക്കണം ഇത്തരം നോൺ ക്ലിനിക്കൽ ജോബുകൾക്ക്. അത് ശരിക്കും ഒരു ഓർഗനൈസേഷൻ സ്കില്ലാണ് അല്ലെ? നമ്മുടെ സംഘാടന മികവ് എന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണ് ശരിക്കും. നമ്മളിപ്പോ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യുകയാണെങ്കിലും അത് ഇന്ന സമയത്ത് തുടങ്ങണം, ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇത്ര സമയത്തുള്ളിൽ അത് അവസാനിപ്പിക്കണം. അത് ശരിക്കും ചെയ്യാൻ പറ്റണമെങ്കിൽ നല്ല ഓർഗനൈസേഷണൽ സ്കില്ലുകളുള്ള ആൾക്കാർക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ? നാലാമത്തെ പോയിന്റ് എന്താണ്? ടെക്നോളജി സ്കില്ല്. അത് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ്. എന്നിപ്പോ അധികം എന്താണ്? കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മറ്റുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ ആരോഗ്യ മേഖല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എന്ത് നിർബന്ധമാണ്? ടെക്നോളജി സ്കില്ല് അവിടെ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ നോക്കിയേ, പ്രൊഫിഷ്യൻസി ഇൻ യൂസിങ് ഡിഫറെന്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, electronic health record systems and other healthcare technology is vital for the non-clinical staff. അല്ലെ? അതായത് പലതരത്തിലുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകളായിക്കോട്ടെ, ഹെൽത്ത് കെയർ ടെക്നോളജി ഒക്കെ അതിനെ പറ്റിയുള്ള ഒരു അറിവ് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള ഒരു പ്രാവീണ്യം, കഴിവ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് കേട്ടോ. They should be comfortable with the technology and willing to learn new systems as required. അവരെപ്പോഴും ഇത്തരത്തിലുള്ള ടെക്നോളജി ആയിട്ട് അവർ വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കണം. അത് മാത്രമല്ല, പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോ അത് പഠിക്കുന്നതിനുള്ള ഒരു വില്ലിങ്നെസ്സും അവരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ HIS ഒക്കെ പഠിച്ചപ്പോ കണ്ടില്ലേ എന്തുമാത്രം സോഫ്റ്റ്വെയർ മൊഡ്യൂളുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഓരോ പർപ്പസിനും ഓരോരോ സോഫ്റ്റ്വെയർ മൊഡ്യൂളുകളാണ് അവിടെ ഉപയോഗിക്കുന്നത് അല്ലെ? പിന്നെ മാത്രമല്ല, ഓരോ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ അഡ്വാൻസ്മെന്റുകൾ നടക്കും. ചിലപ്പോൾ പുതിയ അതിനേക്കാളും മികച്ച സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ വരും അല്ലെ? അപ്പൊ അങ്ങനെ ടെക്നോളജി ആയിട്ട് അവർ എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കണം. അതുമായിട്ട് പ്രവർത്തിക്കാനും അതുമായിട്ട് അവർ കംഫർട്ടബിൾ ആയിരിക്കണം. പുതിയ പുതിയ കാര്യങ്ങൾ അതിൽ വരുന്ന സമയത്ത് അതൊക്കെ പഠിക്കാനുള്ള ഒരു വില്ലിങ്നെസ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പണ്ടത്തെ ഒരു കാലഘട്ടം അല്ലല്ലോ. അപ്പൊ പുതിയ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു മനോഭാവം ആർക്കുണ്ടായിരിക്കണം? ഇത്തരം സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ,
അഞ്ചാമത്തെ പോയിന്റ് നോക്കി, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ആണ് അല്ലെ. പ്രശ്നങ്ങൾ വരുമ്പോ അത് പരിഹരിക്കുന്നതിനുള്ള സ്കില്ലും ഉണ്ടായിരിക്കണം. ഓക്കെ, നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് may face various challenges and problems while executing their duties. അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്യുന്ന സമയത്ത് പല വിധത്തിലുള്ള ചാലഞ്ചസുകൾ, പ്രോബ്ലംസുകൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ നോക്കിയേ, ദ എബിലിറ്റി ടു ക്രിട്ടിക്കലി, അതായത് വളരെ വിമർശനാത്മകമായിട്ട് ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. ഇവാലുവേറ്റ് സിറ്റുവേഷൻ, ഓരോ സാഹചര്യങ്ങളും ശരിയായ രീതിയിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ആൻഡ് ടു ഫൈൻഡ് ദ ആഡിക്വേറ്റ് സൊല്യൂഷൻസ് is valuable in ensuring smooth operations and addressing issues promptly. അതുകൂടാതെ നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം നമ്മൾ കൊടുക്കണം അല്ലെ. അങ്ങനെ കൊടുത്താൽ മാത്രമാണ് നമ്മുടെ അവിടുത്തെ പ്രവർത്തനങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട്, വളരെ പ്രശ്നങ്ങളൊക്കെ വളരെ എന്താ പറയാ ശരിയായ രീതിയിൽ നമുക്ക് അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സ്കിൽ ആർക്കുണ്ടായിരിക്കണം? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കും. അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, 5 പോയിന്റ് മതി കേട്ടോ. ബാക്കി 5 പോയിന്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഈ ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ അതോട് കൂടിയിട്ട് എന്റെ ഡ്യൂട്ടി കഴിയാണ്. നിങ്ങളുടെ പോർഷൻസിനൊക്കെ അതോടുകൂടി തീരും. എനിക്ക് അസൈൻ ചെയ്യുന്ന ചാപ്റ്റേഴ്സിന്റെ തീരും. എനിക്ക് തോന്നുന്നു ഈ ആദ്യ മിസ്സിന് ചാപ്റ്റേഴ്സ് ഒരു 2-3 അല്ലെ കുറച്ച് എടുക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പോർഷൻസ് തീരുകയാണെങ്കിൽ മിസ്സിന് അവർക്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ മിസ്സിന് പെട്ടെന്ന് തീർക്കാം. സമയം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെറിയൊരു റിവിഷൻ ഒക്കെ നടത്തി നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ അൺമ്യൂട്ട് ചെയ്യാണ്. എന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്താണ് സാറിന് ഫസ്റ്റ് ഡേ പ്രിപ്പറേഷൻ ടൈമുള്ളൂ, 1 ഡേ പ്രിപ്പറേഷൻ ടൈമുള്ളൂ? ഇല്ല, ചിലപ്പോൾ ഒരുപാട് ദിവസം എന്തായാലും കിട്ടില്ല കേട്ടോ. 2-3 ദിവസമൊക്കെ കിട്ടുമായിരിക്കും. ഇതിന്റെ ഇപ്പൊ മൊഡ്യൂൾ എക്സാം വരുമല്ലോ, ഇത് കഴിയുമ്പോൾ ഇതിന്റെ മൊഡ്യൂൾ എക്സാം വരും. പിന്നെ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ നേരിട്ട് മെയിൻ എക്സാമിലേക്ക് ആയിരിക്കും. അതിനെന്തായാലും കുറച്ച് ദിവസങ്ങളുടെ ഗ്യാപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. ഒരുപാട് ഉണ്ടാവില്ല, കുറച്ച് സമയം കിട്ടും. റിലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച മൊഡ്യൂൾ എക്സാം അല്ലേ? മൊഡ്യൂൾ എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. മൊഡ്യൂൾ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോ മെയിൻ എക്സാം ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു മോഡൽ എക്സാം ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ. ആ മോഡലിന്റെ കാര്യം നിങ്ങൾക്ക് ഉറപ്പില്ല കേട്ടോ. എങ്ങനെയാണത് നിങ്ങളുടെ അത് എന്നോട് ചോദിക്കണ്ട, അത് ഓഫീസിൽ നിന്ന് അറിയിക്കും കേട്ടോ. നിങ്ങളുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓഫീസിൽ നിന്ന് അറിയിക്കും കേട്ടോ. മീറ്റ് അവരുടെ തീരുമാനങ്ങളാണല്ലോ. ജസ്റ്റ് ക്ലാസ് എടുക്കുക, പഠിപ്പിക്കുക, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യത്തേ ഉള്ളൂ. ബാക്കി എക്സാം മറ്റുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അവിടെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് ആ ഓണം പ്രോഗ്രാം ഉണ്ട്? വിഘ്നേഷ് പ്രോഗ്രാം ഉണ്ട് ഇവിടെ, ഓണം സെലിബ്രേഷൻ ഉണ്ട്. ഒരു മിനിറ്റ്, എന്താണ് ഇവിടുത്തെ പ്രോഗ്രാമിന്റെ ഡേറ്റ് ആണോ? ഇവിടുത്തെ പ്രോഗ്രാം 3-ാം തീയതി, സെപ്റ്റംബർ 3-ാം തീയതി ഞാൻ അറിയാൻ കഴിഞ്ഞത് കേട്ടോ. ഓണം സെലിബ്രേഷൻ ഇവിടുത്തെ ഏതാ? ഇവിടെയോ? ഈ അക്കാഡമി ആണോ? ഇത് പറവൂര്, നോർത്ത് പറവൂര്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ? വേറെ ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ? അപ്പൊ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു.